പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആമുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ നേരിട്ട് നമ്മുടെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. നമ്മൾ പബ്ലിക് ഒപ്പീനിയനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഡെഫിനിഷൻസും അതുപോലെ നേച്ചർ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇൻ ദിസ് ക്ലാസ് വി ആർ പ്ലാൻ ടു ഡിസ്കസ് അബൌട്ട് ദ hindrances or hurdles of public opinion in a political system. ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് പൊതുവെ, പ്രത്യേകിച്ചും ഒരു ഇന്ത്യ പോലെയുള്ള ഒരു മൂന്നാം ലോക രാജ്യത്ത് എങ്ങനെയാണ് പബ്ലിക് ഒപ്പീനിയൻ അതിന്റെ ഒരു ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള അതിന്റെ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആവാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് കാരണങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാര്യമായിട്ടും നമ്മളിവിടെ പറയുന്നത് എന്തെല്ലാം കാരണങ്ങളാൽ പബ്ലിക് ഒപ്പീനിയൻ അതിന്റെ ബേസിക് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം എന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനാദ്യമായിട്ടുള്ളത് ഇല്ലിറ്ററസി തന്നെയാണ്. നമ്മൾ പലപ്പോഴും, അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് പൊതുവെ സോഷ്യൽ അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഡെവലപ്മെന്റിനെ തന്നെ, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഒരു ഓൾറൗണ്ട് ഡെവലപ്പിനെ തന്നെ പൊതുവെ ബാധിക്കുന്ന ഒന്നാണ് ഇല്ലിറ്ററസി എന്നുള്ളത്. കാരണം ജനങ്ങൾക്ക് പൊതുവായിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിന്റെ അഭാവം എന്നുള്ളത്, വിദ്യാഭ്യാസം എന്നല്ല, നമ്മുടെ എഡ്യൂക്കേഷൻ, ദാറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ് ഫ്രം ലിറ്ററസി. ജനങ്ങൾക്ക് എഴുതുവാനും വായിക്കാനും ഉള്ള ഒരു ശേഷി ഇല്ലാത്തൊരവസ്ഥ വരിക എന്ന് പറയുന്നത് വളരെയധികം പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്, പ്രത്യേകിച്ചും പബ്ലിക് ഒപ്പീനിയനെ കുറിച്ച് പറയുമ്പോൾ. കാരണം പബ്ലിക് ഒപ്പീനിയന്റെ ഫോർമേഷനെ സഹായിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് മാസ് മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ പത്രമാധ്യമങ്ങളെ ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് ഇല്ലിറ്ററസി നയിക്കുന്നതിലൂടെ illiteracy becomes an important hurdle in the formation of public opinion. കാരണം ഈ കേട്ടറിവിലൂടെ മാത്രം പബ്ലിക് ഒപ്പീനിയൻ രൂപീകരിക്കപ്പെടുമ്പോൾ അതിനുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് മാനിപ്പുലേഷന്റെ സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ട് വരും. കാരണം ഏതൊരാൾക്കും ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും, ബിക്കോസ് ഹി ഡസ് നോട്ട് നോ വാട്ട്സ് ഹാപ്പനിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ള ഒന്നാണ് പത്രമാധ്യമങ്ങൾ. അപ്പൊ ഈ ഒരു മാധ്യമങ്ങളെ ആക്സസ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നത് പബ്ലിക് ഒപ്പീനിയനെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുമെന്നാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമതായിട്ടുള്ളത് നമ്മൾ പറയുന്നത് പാർഷ്യൽ പ്രസ് ആണ്. കാരണം പ്രസിന്റെ ഭാഗത്ത് ഒരു ഇംപാർഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു അൺബയാസ്ഡ് മീഡിയ എപ്പോഴും പബ്ലിക് ഒപ്പീനിയൻ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ പ്രത്യേകിച്ച് മോഡേൺ ഡെമോക്രസി, ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ ഇതിന്റെ ഒരു ചെറിയൊരു ഭാഗം സൂചിപ്പിച്ചിട്ടുണ്ടായി, ബയാസ്ഡ് ആണ്. ഏതാണ്ട് എല്ലാ മീഡിയകളും ബയാസ്ഡ് ആണ്. ഒന്നുകിൽ ഭരിക്കുന്ന പാർട്ടികളാണ്, അതല്ലെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളാണ്, അല്ലെങ്കിൽ കോർപ്പറേറ്റുകളാണ് മീഡിയകളെ ഓൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പാർഷ്യാലിറ്റി ഉള്ള, ബയാസ്ഡ് ആയിട്ടുള്ള മീഡിയ ആണ് ഇപ്പൊ പൊതുവെ നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുമ്പോ ചില മീഡിയകളുണ്ട്, ആരാണോ അധികാരത്തിൽ ഇരിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി സംസാരിക്കുകയും ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തിരിച്ച് സംസാരിക്കുകയും പിന്നെ അടുത്ത ഭരണത്തിൽ വരുന്ന കക്ഷികൾക്ക് അവർക്ക് അനുകൂലമായി സംസാരിക്കും. ആ രീതിയിൽ വ്യൂവർഷിപ്പിനെ മാത്രം ആശ്രയിക്കുക, അല്ലെങ്കിൽ അതിന് മാത്രം ഇമ്പോർട്ടൻസ് നൽകിയിട്ട് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങള് പബ്ലിക് ഒപ്പീനിയന് മാത്രമല്ല ഡെമോക്രസിക്ക് തന്നെ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു വിപത്താണ് എന്നൊക്കെ പറയാം. കാരണം ഡെമോക്രസിയിൽ 4ാം തൂണായി വളരെയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ് മാധ്യമങ്ങള്. ആ മാധ്യമങ്ങൾ പാർഷ്യലായിട്ട് പെരുമാറുമ്പോ അതിനകത്ത് അത് ജനാധിപത്യത്തിന്റെ ഒരു അടിസ്ഥാനത്തെ, അല്ലെങ്കിൽ അതിന്റെ ഒരു ബേസിനെ തന്നെയാണ് അവിടെ ബാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പാർഷ്യൽ പ്രസ്സും ഈ പബ്ലിക് ഒപ്പീനിയന്റെ ഫോർമേഷനെ അത് ദോഷകരമായിട്ട് ബാധിക്കും.
മൂന്നാമതായിട്ടുള്ളത് ഡിസ്ഇൻട്രസ്റ്റഡ് ടുവാർഡ് സോഷ്യൽ ലൈഫ്. വെൻ പീപ്പിൾ ആർ ഡിസ്ഇൻട്രസ്റ്റഡ് ടുവാർഡ് സോഷ്യൽ ലൈഫ് ആൻഡ് ആബ്സെൻസ് ഓഫ് പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്. ഈ രണ്ട് കാര്യങ്ങള് ഒരു ഡെമോക്രസിയിൽ വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് 2500 വർഷങ്ങൾക്ക് മുമ്പ്, 2500 വർഷങ്ങൾ എന്ന് തന്നെ പറയാം, 2500 വർഷങ്ങൾക്ക് മുമ്പ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ബിസിനസ് അല്ല, ഒഴിവു സമയമുള്ള. അതുകൊണ്ടാണ് അദ്ദേഹം അടിമകളെയും വിദേശികളെയും സ്ത്രീകളെയും ഒക്കെ ഡെമോക്രസിയിൽ നിന്ന് ഒഴിവാക്കാനുണ്ടായ കാരണം. അത് ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ട കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ അരിസ്റ്റോട്ടിലിന്റെ ഒരു വാദം ശരിയാണ്. കാരണം ഒഴിവു സമയമുള്ള, ചിന്തിക്കാൻ അല്ലെങ്കിൽ പൊളിറ്റിക്സിനെ കുറിച്ച് പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ഉള്ള, സൊസൈറ്റിയോട് ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ഉള്ള ആളുകൾക്കാണ് പൊളിറ്റിക്സിനോട് അങ്ങനെ ഒരു സമൂഹം ഉണ്ടാകുമ്പോഴാണ് ജനാധിപത്യം യാഥാർത്ഥ്യമാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു പ്രോസസ് ആയ ഡെമോക്രസി അങ്ങനെ കഴിഞ്ഞു പോകും. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ഡെമോക്രസി ഉണ്ടാക്കിയെടുക്കുന്നതിന് അത് സഹായകമാകില്ല. അതിന് ജനങ്ങൾ എല്ലായ്പ്പോഴും ഒരു സോഷ്യൽ ലൈഫിനോട്, അതായത് എല്ലാവരെയും തങ്ങളായിട്ട് കാണുന്ന, അല്ലെങ്കിൽ അപരനെയും നിന്റെ ഭാഗമായിട്ട് കാണുന്ന ഒരു ചിന്താരീതിയിലോട്ട് മനുഷ്യൻ ഉയരുമ്പം മാത്രമാണ് ജനാധിപത്യത്തിനൊക്കെ അർത്ഥം ഉണ്ടാവുകയുള്ളൂ. ആബ്സെൻസ് ഓഫ് പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് നമ്മുടെ ഒരു ഇന്ത്യ രാജ്യം പോലെയുള്ള രാജ്യത്ത് വളരെയധികം പ്രശ്നമുള്ള ഒരു കാര്യമാണ് ഈ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസിന്റെ ഒരു അഭാവം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം തന്നെ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, പക്ഷെ അവര് അത് കൈൻഡ് ഓഫ് സെൽഫിഷ് ആണ്, അവര് സെൽഫിഷ് ആയിരിക്കും. അതുപോലെ തന്നെ അപ്പൊളിറ്റിക്കൽ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളെല്ലാം പൊളിറ്റിക്സിൽ ഡിസ്ഇൻട്രസ്റ്റഡ് ആയിട്ട്. പക്ഷെ ഇതിന് പ്രശ്നം എന്താ പറയുക, പലപ്പോഴും പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ എലക്ഷനും ആ രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് എ ഡേർട്ടി ഗെയിം ആയിട്ട് കാണുന്നത് കൊണ്ടാണ്. ആക്ച്വലി അങ്ങനെയല്ല എന്ന് ഈ പൊളിറ്റിക്സിനെ കുറിച്ച് ആ രീതിയിൽ തന്നെ എന്താണ് പൊളിറ്റിക്സ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിൽ തന്നെ മാറ്റം ഉണ്ടാകുമ്പോഴാണ് ആളുകൾക്ക് ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്. കാരണം പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ചുമ്മാ ഇലക്ഷന് ജയ് വിളിക്കുന്നത് മാത്രമല്ല, അതല്ല ആക്ച്വലി പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് എന്നത്. പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് ഒരു പൊതുവായ ധാരണ ഉണ്ടാവുക, അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കാൻ ഒരു പൗരൻ എന്ന രീതിയിൽ തന്റെയും കൂടെ കടമയാണ് എന്ന് മനസ്സിലാക്കുകയും സൊസൈറ്റിയോടും കൂടുതൽ കമ്മിറ്റ്മെന്റും കൂടുതൽ നിസ്വാർത്ഥമായിട്ടുള്ള രീതിയിൽ ഒരു സിൻസിയാരിറ്റി ഒക്കെ വരുമ്പോഴാണ് ആളുകൾക്കൊരു സൗണ്ട് പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവുക. അല്ലാത്ത പക്ഷം കാര്യമായിട്ട് ഒപ്പീനിയൻ ഒന്നും ഇല്ലാതെ ആരെയാണോ അല്ലെങ്കിൽ എന്താണോ കേൾക്കുന്നത് അതിന് ജയ് വിളിക്കുക, അത് സത്യമാണെന്ന് വിശ്വസിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥ. അല്ലെങ്കിൽ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ, അതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായങ്ങളും ഇല്ലാതെ തങ്ങളുടെ ജീവിതം മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന ഒരു ജനത ഉണ്ടാവുക എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബ്രിങ് എൻ എൻഡ് ടു ഡെമോക്രസി ഇറ്റ്സെൽഫ്. ജനാധിപത്യത്തിന് തന്നെ ഒരു തരത്തിൽ ഹാനികരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ അപ്പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ജനത ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ പബ്ലിക് ഒപ്പീനിയനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ ഒരു സോഷ്യൽ കോസിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ സൊസൈറ്റിയോട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല, ഇൻട്രസ്റ്റ് ഉള്ള, പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് ഉള്ള ഒരു സമൂഹം ഇല്ലാതിരിക്കുക എന്നുള്ളതും ഈ പബ്ലിക് ഒപ്പീനിയനെ വളരെയധികം സാരമായി ബാധിക്കുന്ന ഒന്നാണ്. പിന്നെ നാലാമത്തെ പോയിന്റ് ആയിട്ടുള്ളത് ഫോർമേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഓൺ റോങ് പ്രിൻസിപ്പിൾസ്. തെറ്റായ പ്രിൻസിപ്പിൾസിന്റെ മുകളിൽ, അല്ലെങ്കിൽ തെറ്റായ കോസുകൾക്ക് വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ പാർട്ടികളെ രൂപീകരിക്കപ്പെടുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാല് പൊളിറ്റിക്കൽ പാർട്ടികള് അവർക്ക് ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടികൾക്കും അവരുടേതായ ഐഡിയോളജികൾ ഉണ്ടാവും. പക്ഷെ ആ ഐഡിയോളജികളുടെ എല്ലാം പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ഡെവലപ്മെന്റ് ആയിരിക്കണം, രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് ആയിരിക്കണം. അപ്പൊ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് തങ്ങൾ ഫോളോ ചെയ്യുന്ന പാത്തുകൾ വ്യത്യസ്തമായിരിക്കും, പക്ഷെ തങ്ങളുടെ ലക്ഷ്യം ഒന്നായിരിക്കണം, അതായത് രാജ്യത്തിന്റെ പുരോഗതി. അപ്പോഴേ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പൊളിറ്റിക്കൽ പാർട്ടികള് ഈ ഒരു ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് മറ്റ് ചില ലക്ഷ്യങ്ങൾക്കും വേണ്ടി പൊളിറ്റിക്കൽ പാർട്ടികൾ രൂപീകരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുക. അതിന് ഉദാഹരണമായിട്ട്
ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടികളെ പറയാൻ പറ്റും. ഞാൻ ഒന്നും പേരെടുത്ത് പറയുന്നില്ല, കാരണം ആരുടെയും പൊളിറ്റിക്കൽ വ്യൂസിനെ അല്ലെങ്കിൽ ഐഡിയോളജികളെ മുറിവേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില ഓർഗനൈസേഷൻസ് ഉണ്ട്. ആ ഓർഗനൈസേഷൻസ് രാജ്യത്ത് നിരോധിക്കപ്പെടുമ്പോ ആ ഓർഗനൈസേഷൻസ് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാരണം ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിനകത്ത് പ്രവർത്തിക്കാൻ അവർ അർഹിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ആ പാർട്ടികൾ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻസ് നിരോധിക്കപ്പെടുന്നുണ്ട്. പക്ഷെ പിന്നെ ആ ഓർഗനൈസേഷൻസ് ഒരു പൊളിറ്റിക്കൽ മുഖം ഉണ്ടാക്കിയെടുത്തിട്ട്, ഒരു ഡെമോക്രാറ്റിക് മുഖം ഉണ്ടാക്കിയെടുത്തിട്ട് പൊതുധാരയിൽ ഇറങ്ങി ഇലക്ഷന് മത്സരിക്കുന്ന അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് പൊളിറ്റിക്സിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സന്ദർഭം, ഞാൻ ഉദാഹരണം ഒന്നും പറയുന്നില്ല കാരണം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് മാത്രം ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടികൾ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ അവരുടെ മറ്റൊരു വശം ഗവൺമെന്റ് ബാൻ ചെയ്തത് കാരണം പുതിയൊരു രൂപത്തിൽ കൂടുതൽ ആളുകളിലോട്ട് റീച്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും സെക്യുലർ മുഖങ്ങളും ഒക്കെ അണിഞ്ഞിട്ട് പുതിയ രൂപത്തിൽ പുതിയ ആശയങ്ങളുമായിട്ട് ജനങ്ങളുടെ അടുത്തോട്ട് വരുന്ന ഒരുപാട് പാർട്ടികളുണ്ട്. പക്ഷെ അവിടെ ആശയപരമായിട്ട് അടിസ്ഥാനപരമായിട്ട് നിരോധിക്കപ്പെട്ട ഏത് സംഘടനകളാണ് ആ സംഘടനകളുടെ ആശയം തന്നെയായിരിക്കും. പക്ഷേ പുതിയ മുഖങ്ങളായിട്ട് പൊളിറ്റിക്കൽ പാർട്ടികൾ രൂപപ്പെടുന്നു. ജനങ്ങൾ പലപ്പോഴും അവരുടെ ട്രാപ്പുകൾ പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ എന്ന് വിശ്വസിച്ചുകൊണ്ട് അവര് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളില് അല്ലെങ്കിൽ അവര് മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ ആശയങ്ങളില് തീർത്തും ജനാധിപത്യ വിരുദ്ധമായ ആശയങ്ങൾ പിന്നിൽ വെച്ചുകൊണ്ട് മുന്നിൽ ജനാധിപത്യ ആശയങ്ങൾ വെച്ചുകൊണ്ട് അത് സത്യമല്ല എന്ന് വിശ്വസിച്ച് അവരെ വോട്ട് ചെയ്ത് പബ്ലിക് ഓഫീസുകളിലോട്ട് അയക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത്തരത്തിലുള്ള ഒരു സമ്പ്രദായം വരുമ്പോൾ ജനാധിപത്യം അപകടത്തിലാകും, പബ്ലിക് ഒപ്പീനിയൻ അപകടത്തിലാകും, കാരണം മാനിപ്പുലേഷന് വിധേയമാകും എന്നുള്ളതാണ്. പിന്നെ അഞ്ചാമത്തായിട്ടുള്ളത് ഡിഫക്റ്റീവ് എഡ്യൂക്കേഷണൽ സിസ്റ്റം. അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒരു സമയത്ത് തന്നെ പറയുകയുണ്ടായി, വിദ്യാർത്ഥി സമൂഹം എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തിന്റെയും പുരോഗതിക്കും അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിന്റെയും സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെന്റിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ നിലകൊണ്ടിരിക്കുന്ന ഒരു അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ജോലി നേടുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഓഫീസിലോട്ട് മാത്രം അയാളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഓഫീസ് ഹോൾഡറെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് പലപ്പോഴും നമ്മുടെ രാജ്യത്ത്. അതുകൊണ്ടാണ് ക്യാമ്പസുകളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളെല്ലാം നിരോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് വിദ്യാർത്ഥികളെ അപ്പൊളിറ്റിക്കലാക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു സോഷ്യൽ ലൈഫിനോട് താല്പര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കുക, പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്സിനെ, ഇതെല്ലാം ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ക്യാമ്പസുകളിൽ നിന്നും മറ്റു വിദ്യാർത്ഥികളിൽ നിന്നും എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ നിന്നൊക്കെ ലഭിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം മാറിയിട്ട് മാർക്കിലൂന്നിക്കൊണ്ട് ഒരു ജോലിയിലൂന്നിക്കൊണ്ട് മാത്രമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ രാജ്യത്തുണ്ട്. അത് പബ്ലിക് ഒപ്പീനിയനെ ബാധിക്കും. കാരണം അതുകൊണ്ട് തന്നെ ഇത് കാര്യമായിട്ടും കണ്ടുവരുന്നത് നോൺ സോഷ്യൽ സയൻസുകൾക്കകത്താണ്. അതായത് സയൻസുമായി ബന്ധപ്പെട്ട സ്ട്രീമുകളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് അല്ലാത്തിടങ്ങളിലാണ് ഈ ഒരു രീതി പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ഇപ്പൊ സോഷ്യൽ സയൻസിനകത്തോട്ടും സ്പ്രെഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു ഡിഫക്റ്റീവ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ നിർമ്മിച്ചെടുക്കുന്നതിൽ ഗവൺമെന്റുകൾക്കും കാര്യമായിട്ടുള്ള പങ്കുണ്ട്. കാരണം ഈ അടുത്തയായിട്ട് ഒരുപാട് ന്യൂസുകളുണ്ട്. രാജ്യത്തിലെ ഗവൺമെന്റുകൾ സോഷ്യൽ സയൻസുകളുടെ റിസർച്ച് സീറ്റുകൾ വെട്ടിക്കുറക്കുക, മാസ്റ്റേഴ്സ് സീറ്റുകൾ വെട്ടിക്കുറക്കുക, അവിടെയുള്ള ഫാക്കൽറ്റീസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യാതിരിക്കുക. ഈ രീതിയിൽ കാരണം സോഷ്യൽ സയൻസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഗവൺമെന്റിനെ ചോദ്യം ചെയ്യുന്നത്. അവർക്കാണ് ഒരു സൗണ്ട് പബ്ലിക് ഒപ്പീനിയൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തെ നമ്മൾ അങ്ങ് മുറിച്ചു കളയുകയാണെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാത്തൊരു ശക്തിയായിട്ട് ഭരണകൂടത്തിന് മാറാൻ കഴിയും എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് സോഷ്യൽ സയൻസുകളെ വെട്ടിക്കുറക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ മറ്റു സ്ട്രീംസുകളെ താഴ്ത്തി പറയുകയല്ല, പക്ഷെ പൊതുവെ മറ്റു സ്ട്രീം, എന്റെ ഒരു അനുഭവത്തിന് മുകളിൽ പറയുകയാണ്, മറ്റു സ്ട്രീമുകളിലകത്തുള്ള ആളുകൾ ഒരു അപ്പൊളിറ്റിക്കൽ മെന്റാലിറ്റി വളർന്നു വരുന്നുണ്ട്. അത് ഇപ്പോഴും പതിയെ സോഷ്യൽ സയൻസിനകത്തോട്ടും സ്പ്രെഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെയധികം വിഷമകരമായിട്ടുള്ള ഒരു സന്ദർഭം നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ ഈ ഒരു ഡിഫക്റ്റീവ് എഡ്യൂക്കേഷണൽ സിസ്റ്റം
ബാധിക്കും, വളരെ വളരെ ദോഷകരമായിട്ട് പബ്ലിക് ഒപ്പീനിയനെ ബാധിക്കും. കാരണം അഭിപ്രായങ്ങൾ ഇല്ലാത്ത ഒരു തലമുറയായിട്ട് പുതിയ വിദ്യാർത്ഥി സമൂഹം മാറും. ഒന്നിനെ കുറിച്ച് അഭിപ്രായമില്ലാതെ പുസ്തകങ്ങളിൽ എന്താണോ അത് മാത്രം, അല്ലെങ്കിൽ തങ്ങളുടെ സുഹൃബന്ധങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടി ചുറ്റുപാടിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെ വർഷാവർഷം എക്സാം എഴുതി പാസ്സാവുകയും അങ്ങനെ അവസാന വർഷം എക്സാം എഴുതി ഡിഗ്രി മേടിച്ച് ഒരു ജോലി എടുത്ത് അങ്ങനെ ഒതുങ്ങിക്കൂടുന്ന, ചുറ്റുപാടിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെ, സൊസൈറ്റിയോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ, പൊളിറ്റിക്കലി കോൺഷ്യസ് അല്ലാത്ത ഒരു പുതിയ തലമുറ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ക്യാമ്പസുകളിൽ. അത് പബ്ലിക് ഒപ്പീനിയന്റെ നിർമ്മാണത്തെ ബാധിക്കും, ജനാധിപത്യത്തെ വരെ ദോഷകരമായി ബാധിക്കും. കാരണം ഇങ്ങനെ ഒരു സൗണ്ട് ഒപ്പീനിയൻ ഇല്ലാത്തതാണ് പലപ്പോഴും ഈ ആന്റി ഡെമോക്രാറ്റിക് ഫോഴ്സുകൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇവരെയാണ് ഇങ്ങനെ അഭിപ്രായങ്ങളൊന്നും, സ്വന്തം അഭിപ്രായം ഇല്ലാത്ത ആളുകൾക്കാണ് ഈ ആന്റി ഡെമോക്രാറ്റിക് ഫോഴ്സുകൾ രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കുത്തിനിറച്ചുകൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ ഇവരിലൂടെയാണ് ഇത്തരം ഓർഗനൈസേഷൻസ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് വി ഷുഡ് ബി വെരി മച്ച് അവെയർ ഓഫ് ഇറ്റ്. പിന്നെ ആറാമത്തതുള്ളത് പോവർട്ടിയാണ്. അത് നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം പോവർട്ടി എന്ന് പറയുമ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്ത് അത് ഇറ്റ്സ് എ വൈഡ് സ്പ്രെഡ് ഡിസീസ് എന്നൊക്കെ പറയാം. കാരണം 70 വർഷക്കാലമായി പലതരത്തിലുള്ള 70 വർഷം, അതായത് 1950 മുതൽ 94 പതിറ്റാണ്ട് കാലം ഒരു മിക്സഡ് എക്കോണമി സിസ്റ്റം, അതിനുശേഷം ക്യാപിറ്റലിസ്റ്റ് എക്കോണമി സിസ്റ്റം ഒക്കെ ആയിട്ട് കൂടെ രണ്ട് സ്ട്രീമുകളും പരീക്ഷിച്ചിട്ടും നമ്മൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം ഇതുവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. എന്നിരുന്നാലും പോവർട്ടി, കാരണം ഞാൻ ആദ്യം പറഞ്ഞ അരിസ്റ്റോട്ടലിന്റെ ആ ഒരു കോൺസെപ്റ്റാണ് പോവർട്ടി. ഒരു പാവപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഡൽഹിയിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ തങ്ങളുടെ ചുറ്റുപാടിൽ എന്ത് നടക്കുന്നു എന്നുള്ളതല്ല, അയാൾക്ക് അയാളുടെ 3 നേരത്തെ ഭക്ഷണമാണ് പ്രധാനം. അതിനപ്പുറത്തേക്ക് അയാൾ ചിന്തിക്കുക അയാൾക്ക് 3 നേരത്തെ ഭക്ഷണം കിട്ടിയതിന് ശേഷമായിരിക്കും. അപ്പൊ ഈ ഒരു 3 നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എങ്ങനെയാണ് പബ്ലിക് ഒപ്പീനിയൻ നേടിയെടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മള് ഈ പുതുതായിട്ട് 86th അമെന്റ്മെന്റ് വഴി, പുതുതായിട്ടല്ല 10 വർഷത്തോളമായി, ഈ 86th അമെന്റ്മെന്റ് വഴി റൈറ്റ് ടു എഡ്യൂക്കേഷൻ 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം നൽകുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബില്ല് പാസ്സാക്കി. അത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് ആർട്ടിക്കിൾ 21A നമ്മൾ ഉൾപ്പെടുത്തി. പക്ഷേ ഒരു ചോദ്യമുണ്ട്, ഇന്ത്യയിലെ റൂറൽ പോപ്പുലേഷൻ ഇത് ആപ്ലിക്കബിൾ ആണോ എന്നൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. കാരണം കർഷക 2 നേരത്തെ അല്ലെങ്കിൽ 3 നേരം പോട്ടെ 2 നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മകനെ 8ാം ക്ലാസ് വരെ, കാരണം 14 വയസ്സ് വരെ 8ാം ക്ലാസ് വരെയാണ്, 8ാം ക്ലാസ് വരെ പഠിപ്പിച്ചത് കൊണ്ട് എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം 8ാം ക്ലാസ് വരെ പഠിപ്പിച്ചതിന് ശേഷം അതിനുശേഷം പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി തങ്ങളുടെ കയ്യിലുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. 8ാം ക്ലാസ് വരെ പഠിച്ചിട്ട് എന്ത് ജോലിയാണ് ഒരു 8ാം ക്ലാസ്സുകാരൻ നമ്മുടെ രാജ്യത്ത്, അദ്ദേഹം 8ാം ക്ലാസ് വരെ പഠിച്ചു എന്നതുകൊണ്ട് അയാൾക്ക് എന്ത് ജോലിയാണ് കിട്ടുക? പിന്നെ അയാൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ എന്റെ മകനെ 8ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നത് കൊണ്ട് അയാളുടെ കൂടെ അയാളുടെ പാടത്ത് പണിയെടുപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഒരു പക്ഷെ അയാൾക്ക് 1 നേരത്തെ ഭക്ഷണം കൂടെ അധികം നൽകിയേക്കാം. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ഒരു കർഷകൻ തന്റെ മകന് വിദ്യാഭ്യാസമല്ല, മറിച്ച് തന്റെ കൂടെ വയലിലോട്ട് ജോലി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോവർട്ടി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ഒരു സൗണ്ട് എഡ്യൂക്കേഷൻ ലഭിക്കുന്നില്ല. അവരും കർഷകരുടെ ആ ഒരു അവരെ പിന്തുടർന്ന്, ഞാൻ കർഷക വൃത്തി ഒരു താഴ്ന്ന ജോലിയാണ് എന്നല്ല പറയുന്നത്, ഒരിക്കലും അതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇത്തരത്തിലുള്ള 3 നേരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന കാരണം ഇന്ത്യയിലെ അഗ്രികൾച്ചർ സെക്ടർ അത്രത്തോളം ഡെവലപ്ഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോസ്പെറസ് സെക്ടർ എന്നൊക്കെ പറയാം. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ലല്ലോ അതായത് അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് പോവർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം ഫോർ ഡെമോക്രസി. കാരണം 3 നേരത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഒരാൾക്ക് ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിയുക, ചിന്തിക്കാൻ കഴിയുക, എന്ത് നടക്കുന്നതിനെ കുറിച്ച് ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കിയെടുക്കുക. ആദ്യം അയാൾക്ക് ഒരു നിറ വയറ് വേണം, ഞങ്ങൾക്ക് ആദ്യം ഭക്ഷണം നൽകൂ എന്നിട്ട് ഞങ്ങൾ സംസാരിക്കാം എന്നുള്ള
ഒരുപാട്, അല്ലെങ്കിൽ ആദ്യം ഞങ്ങൾക്ക് ഭക്ഷണം നൽകുമെന്ന് ഒരുപാട് മുദ്രാവാക്യങ്ങൾ ലോക ചരിത്രത്തിന്റെ പല പല അധ്യായങ്ങളിലും ഉണ്ട്. പല വിപ്ലവങ്ങൾക്കും വഴിയായത് ഈ വഴിയാവാണ്ടായ കാരണം എന്ന് പറയുന്നത് പോവേർട്ടി തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പബ്ലിക് ഒപ്പീനിയനെയും പോവേർട്ടി ബാധിക്കും. അപ്പോ ഇത്രയും കാര്യങ്ങളാണ്, ഈ ഒരു 6 പോയിന്റുകളാണ് പബ്ലിക് ഒപ്പീനിയനെ ബാധിക്കുന്ന പ്രധാനമായിട്ട്, അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന 6 കാര്യങ്ങൾ. ഇല്ലിട്രസി, ഇമ്പാർഷ്യൽ അല്ലാത്ത പ്രസ്, അതുപോലെ ആളുകളെ പൊളിറ്റിക്കൽ ലൈഫിൽ താല്പര്യമില്ലാത്തൊരവസ്ഥ, ഈ റോങ് റീസൺസിന് അല്ലെങ്കിൽ റോങ് പ്രിൻസിപ്പിൾസിന്റെ മുകളിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് രൂപീകരിക്കപ്പെടുന്നത്, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള അപാകതകള്, അതുപോലെ തന്നെ പോവേർട്ടിയും. ഈ 6 ഘടകങ്ങളെ നമ്മൾ എന്ന് ഓവർകം ചെയ്യുന്നു അന്ന് നമുക്കൊരു വൈബ്രന്റ് ആയിട്ടുള്ള ഡെമോക്രസി നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാത്ത കാലത്തോളം ഡെമോക്രസിയിൽ പോരായ്മകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ദാറ്റ് ഈസ് ഓൾ ഫോർ നൗ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.